അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠപുസ്തകം ലിസാൻ പാഠപുസ്തകത്തിൽ നിന്നും കൊല്ലപരീക്ഷയ്ക്ക് വന്നതായ കുറച്ച് ചോദ്യങ്ങളാണ്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ള നിങ്ങളുടെ വിദ്യാർത്ഥികളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് 3 ചിത്രങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് സൈക്കിളാണ്. അതിൻ്റെ നേരെ മുകളിൽ മാ ഹാദിഹി എന്നും കൊടുത്തിട്ടുണ്ട്. പക്ഷേ താഴെ ഒന്നും എഴുതിയിട്ടുമില്ല. ഇതെന്താ ചെയ്യേണ്ടതെന്ന് നന്ന മുകളിൽ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട്. നക്തുബുൽ ജവാബ ഫിൽ ലുഗത്തിൽ അറബിയത്തി. അറബി ഭാഷയിൽ നിങ്ങൾക്ക് ഇതിനെന്ത് ചെയ്യുക, ഉത്തരം എഴുതി കൊടുക്കുക അറബി ഭാഷയിൽ. അപ്പോൾ എങ്ങനെ നമുക്ക് നോക്കാം. മാ ഹാദിഹി എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. സൈക്കിളിൻ്റെ നേരെ മുകളിൽ മാ ഹാദിഹി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ചിത്രം കണ്ടില്ലേ, സൈക്കിൾ. അതെ, ഈ സൈക്കിളിന് അറബിയിൽ എന്താണ് പറയുക? അതെ, ദർറാജത്തുൻ. ദർറാജത്തുൻ സൈക്കിളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? മാ ഹാദിഹി എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്, ഇതെന്താകുന്നു എന്നാണ്. അപ്പോൾ ഹാദിഹി ദർറാജത്തുൻ എന്ന് എഴുതണം. ഹാദിഹി ദർറാജത്തുൻ. ഇതേപോലെ നിങ്ങൾ തൊട്ടടുത്തിട്ടുള്ള ഈ ചിത്രം കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലും മ ദാലിക്ക എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? മ ദാലിക്ക അതെന്താണ്? അതിൻ്റെ മറുപടി നമുക്ക് എഴുതാം. ഇതെന്താകുന്നു? ഇത് പൈനാപ്പിൾ ആകുന്നു എന്ന് എഴുതണം. എങ്ങനെ പറയും? ദാലിക്ക, ഇത് എന്നല്ല, അത്. ദാലിക്ക അനാനാസുൻ. എന്തെഴുതേണ്ടത്? ദാലിക്ക അനാനാസുൻ, അത് കൈതച്ചക്കയാകുന്നു. അപ്പം നമുക്കിവിടെ എഴുതി കൊടുക്കുക ദാലിക്ക, എന്നിട്ട് അനാനാസുൻ ചെറുതാക്കി എഴുതണേ. ഞാനിവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് എഴുതാത്തത്. ഇതേപോലെ 3ാമത്തെ ചിത്രം കണ്ടിട്ടുണ്ട്, മരം. അതിൻ്റെ നേരെ മുകളിൽ തന്നെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, മാ തിൽക്ക. ഇതെന്താകുന്നു? അതെന്താകുന്നു? ഇതല്ല, അതെന്താകുന്നു. അപ്പോൾ നിങ്ങളതിന് മറുപടി എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഈ തിൽക്ക എന്നുള്ളത് എടുത്തെഴുതണം. തിൽക്ക. ഇനി എന്താണത്? ഷജറത്തുൻ, മരാണ് അല്ലേ. മരത്തിന് ഷജറത്തുൻ എന്നാണ് പറയുക. ഷജറത്തുൻ. തിൽക്ക ഷജറത്തുൻ, അത് മരമാകുന്നു. ഇനി അടുത്ത പ്രവർത്തനം, ഇത് പരീക്ഷകളിൽ ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. ഇവിടെ നൂസുലു ബിൽ മുനാസിബ്, യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. ദാലിക്ക എന്നുണ്ട്, തിൽക്ക എന്നുണ്ട്. ഇതിൽ യോജിച്ച ഏതാണ് താഴത്തേക്ക് എഴുതിയെടുക്കുക. ഒന്ന് ഡാഷ് മൽഫൂഫുൻ. അവിടെ ദാലിക്കയാണോ തിൽക്കയാണോ? അവിടെ ദാലിക്ക മൽഫൂഫുൻ എന്ന് കൊടുക്കേണ്ടത്. ദാലിക്ക മൽഫൂഫുൻ. മൽഫൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാബേജ് അല്ലേ. ഇത് കാബേജ്, അത് കാബേജ് ആകുന്നു. ഇനി അതുപോലെ 2ാമത്തത് എന്താണ്? സഹാബുൻ. സഹാബുൻ എന്ന് കാണുന്നുണ്ട്. അതിന് യോജിച്ചത് മുകളിലുള്ളത് ഏതാണ്? ദാലിക്കയാണോ തിൽക്കയാണോ? അത് ദാലിക്ക എന്നതാണ്. ദാലിക്ക സഹാബുൻ. എന്തുകൊണ്ടാണ് ഇവിടെ ദാലിക്ക മാത്രം ചേർത്തത്? കാരണം ഇതിൻ്റെ അവസാനത്തിൽ താ ഇല്ല. അവസാന അക്ഷരം താ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ദാലിക്ക എന്നത് ചേർത്തത്. എപ്പോഴാണ് തിൽക്ക എന്നത് ചേർക്കുക? തിൽക്ക എന്നത് അവസാനം താ ഉണ്ടെങ്കിൽ, ആ പദം താ ഉണ്ടെങ്കിലാണ് ചേർക്കുക. ഇനി 3ാമത്തത്
ഡാഷ് ഹുദൂദുല്ലാഹി. അവിടെ എന്താണ് ചേർക്കേണ്ടത്? അവിടെ തിൽക്ക എന്നതാണ്. തിൽക്ക ഹുദൂദുല്ലാഹി, അത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ആകുന്നു. അതിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. ചിലപ്പോൾ പരീക്ഷയിൽ വന്നാൽ അർത്ഥം എഴുതേണ്ടി വരും. ഇനി 4, നാലാമത്തത് ഡാഷ് ജസറുൻ. ഡാഷ് ജസറുൻ, അവിടെ ഏതാണ് ചേർക്കേണ്ടത്? തിൽക്കയാണോ ദാലിക്കയാണോ? അവിടെ ദാലിക്കയാണ്. ദാലിക്ക ജസറുൻ, അതെന്താകുന്നു? ക്യാരറ്റ് ആകുന്നു. ഇനി 5-മത്തത് തിൽക്ക എന്ന് തന്നെയാണ്. തിൽക്ക, അതിൻ്റെ അർത്ഥം പഠിക്കട്ടോ. തിൽക്ക ആയാത്തുല്ലാഹി, അത് അള്ളാഹുവിൻ്റെ സൃഷ്ടാന്തമാണ്. ഇനി അടുത്തത് നുഹാവിലു വ നുഅരിബു. ഇവിടെ നമുക്കിവിടെ അറബിയാക്കാൻ ശ്രമിക്കാം. ഒന്ന്, ഇത് ഒരു സ്കൂട്ടർ ആണ്. ഇത് ഒരു സ്കൂട്ടറാണ്. എങ്ങനെ പറയും? സ്കൂട്ടറിന് എന്താ ആദ്യം പറയുക? അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. സ്കൂട്ടർ. സുക്കൂത്തത്തുൻ എന്നാണ് സ്കൂട്ടറിന് പറയുക. അപ്പോൾ സുക്കൂത്തത്തുൻ എന്നുള്ളതിന് അവസാനത്തിൽ താ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്നതിന് ഉപയോഗിക്കാൻ ഹാദിഹി എന്നാണ്. ഹാദിഹി സുക്കൂത്തത്തുൻ, ഇത് സ്കൂട്ടറാകുന്നു. സ്കൂട്ടറിന് സക്കൂത്തത്തുൻ എന്നാണ് പറയുക. അപ്പോൾ ഇത് എന്നതിന് ഹാദിഹി, ഹാദിഹി സക്കൂത്തത്തുൻ. ഇനി അടുത്തത് നുഹാവിലു വ നുതർജിമു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അർത്ഥം എഴുതാം. ഇവിടെ അറബി എഴുതിയിട്ടുണ്ട്. ഹാദിഹി ത്വയ്യാറത്തുൻ കബീറത്തുൻ. ഹാദിഹി ത്വയ്യാറത്തുൻ കബീറത്തുൻ, ഇത് വലിയ വിമാനമാകുന്നു. രണ്ടാമത്തത് ദാലിക ഐനബുൻ ഹുൽവുൻ. ദാലിക ഐനബുൻ ഹുൽവുൻ, നമ്മുടെ പാഠത്തിലുള്ളതാണ്. അത് മധുരമുള്ള മുന്തിരിയാകുന്നു. അടുത്ത പ്രവർത്തനം നർബിത്തു വനക്തുബു, ബന്ധിപ്പിച്ചെഴുതാനാണ്. ഇവിടെ തിൽക്ക എന്നെഴുതിയിട്ടുണ്ട്. അതിനേക്ക് ബന്ധിപ്പിച്ചിട്ട് 2 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നേരെ താഴത്തേക്ക് എഴുതുക, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് 2 കൂട്ടിയിട്ട് തിൽക്ക ഹവ്വാമത്തുൻ എന്ന് കൂട്ടി ഇവിടെ എഴുതുക. രണ്ടാമത്തത് തിൽക്ക മഷായത്തുൻ, അത് ഇവിടെ എഴുതുക, വേറെ ഒന്നും ചെയ്യണ്ട. 2 കൂട്ടി എഴുതിയാൽ മതി താഴത്തേക്ക്. രണ്ടാമത്തെ ഇതിൽ എഴുതുക, അത് മാത്രം ചെയ്താൽ മതി. അതേപോലെ ഹാദ എന്ന് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തതിൽ. ഹാദ ലുഫിരി, ഇതെൻ്റെ നഖമാകുന്നു. അത് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഹാദ ലുഫിരി എന്ന് എഴുതുക. 2 ഹാദ ഇസാരി, ഇതെൻ്റെ തുണിയാകുന്നു. അത് താഴത്തും കൂട്ടി എഴുതുക, ഹാദ ഇസാരി. ഇത്രേ ഉള്ളൂ ആ പ്രവർത്തനം ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.